10 എത്ര മാർക്ക് കൊടുക്കും BYD Atto 3ക്ക്? റിസർച്ച് ചെയ്ത പോലെയല്ല ശരിക്കും ആക്ച്വൽ അനുഭവം വന്നപ്പം അവിടെ അവൈലബിൾ ആയാലും മിക്കണത്തിനും കയറി ഒന്നും വർക്കിംഗ് അല്ല, എല്ലാം ഔട്ട് ഓഫ് ഇതോടെ. അപ്പം നമുക്ക് ഇച്ചിരി ടെൻഷൻ വരും. സെയിം മൂന്നാർ പോയപ്പോൾ അതേ വിഷയം ഉണ്ടായിരുന്നു. എത്ര കിട്ടുന്നുണ്ട് റേഞ്ച്? 500 എന്തായാലും കിട്ടുമൊന്നുമില്ല. കാരണം ആ കോസ്റ്റ് ഉണ്ടല്ലോ, 16-80 ഓൺ റോഡ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇച്ചിരി കോസ്റ്റ്ലി തന്നെയാണ് ഇതിനൊരു. കാരണം AC കുറച്ചൊരു പെർഫോമൻസ് കുറവ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോസ്റ്റിൽ വന്നപ്പോൾ അങ്ങനത്തെ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഒഴിവാക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. 4-5 ലക്ഷം രൂപ കൂടുതലാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അടിപൊളിയായിട്ട് ഇത് സൗണ്ടും കേൾക്കും കേട്ടോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ, ഇറ്റ്സ് മീ അരുൺ. നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് വാഹനങ്ങളുടെ യൂസർ റിവ്യൂസ് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ EV വർക്കുകൾ നമ്മൾ വളരെ കുറച്ചാണ് ചെയ്തിട്ടുള്ളൂ. കാരണം കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ആകെ ചെയ്തിട്ടുള്ളത് ഒരു മഹീന്ദ്രയുടെ 400 XUV 400 മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ് BYDയുടെ Atto 3 എന്ന് പറയുന്ന വാഹനം. BYD എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ബിൽഡ് യുവർ ഡ്രീം എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ BYD ഇന്ത്യയിൽ വന്നിട്ടുള്ളത് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം BYD ഇന്ത്യയിൽ വന്നിട്ട് 10-16 വർഷത്തോളമായി. കാറിൻ്റെ നിർമ്മാണ രംഗത്ത് കുറച്ച് നാളെ ആയുള്ളൂ എങ്കിലും BYDയുടെ മറ്റ് പ്രൊഡക്റ്റുകൾ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസ് ആയിട്ടാണെങ്കിലും സോളാർ പാനലുകളൊക്കെ ആയിട്ടാണെങ്കിലും പല സാധനങ്ങളായിട്ട് BYDയുടെ ബസ് ഉണ്ട്. അതെനിക്കും അറിയില്ലായിരുന്നു. ഞാൻ ഈ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കും അത് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ BYDയുടെ Atto 3 നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ യൂസർ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ഫീച്ചേഴ്സും അതിനേക്കാൾ ഉപരി പവറും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് 500 കിലോമീറ്ററിന് മേലെ റേഞ്ചുള്ള വണ്ടി എന്ന ഒരു ഇതിലാണ് കമ്പനി ഇതിനെ ഇറക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ആളുകളിലേക്ക് ഇത് ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ ഈ വണ്ടിയുടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന യൂസറിന് ഈ വണ്ടിയെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആളെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഹായ് അരുൺ. പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ഫറീസ്. അപ്പോൾ ഫറീസാണ് BYDയുടെ ഓണർ. ഇപ്പോൾ എല്ലാവർക്കും EV എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ ആളുകൾ കൂടുതലും ചിന്തിക്കുന്നത്, ഞാൻ കോമൺലി ഉള്ളൊരു ഇത് പറയുകയാണ്, ടാറ്റ, മഹീന്ദ്ര. അത് കഴിഞ്ഞാൽ ഇതുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന കോന, ഹുണ്ടായുടെ കോന, MGയുടെ വണ്ടിയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കവച്ച് വെച്ചുകൊണ്ട് എന്താണ് BYD എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്താൻ റീസൺ? നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എന്തായാലും ഈ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പോകുമ്പോൾ EV തന്നെ വേണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഓക്കെ. അതിൽ നോക്കിയപ്പം ടാറ്റയിലേക്ക് എന്തായാലും പോയില്ല. കാരണം ടാറ്റയുടെ റിവ്യൂവും കാര്യങ്ങളും കണ്ടിട്ട് അങ്ങനെ അത്ര ഇമ്പ്രസ്ഡ് ആയില്ല. ഓക്കെ. കോന നല്ല വണ്ടിയാണ്. കോന ടെസ്റ്റ് ഡ്രൈവ് എടുത്തു, അയോണിക് ടെസ്റ്റ് ഡ്രൈവ് എടുത്തു, MG കൺസിഡർ ചെയ്തു, BYD കൺസിഡർ ചെയ്തു. ഇതിൽ അന്ന് ഞങ്ങൾ എടുക്കുന്ന സമയത്ത് കോനയ്ക്ക് എന്തോ ഒരു അവൈലബിലിറ്റി എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അയോണിക് എക്സ്ട്രീംലി ഹൈ ആൻഡ് കോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഓടിച്ചതിലും ഫീച്ചേഴ്സിലും പിന്നെ BYD എന്ന് പറഞ്ഞൊരു വണ്ടി, BYD ബ്രാൻഡ് ആക്ച്വലി നമ്മൾ ആദ്യം ഒരു ചൈനീസ് വണ്ടിയാണെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അതൊക്കെ മാറി. അങ്ങനെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് ഈ വണ്ടി മാത്രമാണോ നോക്കിയത്? അല്ല, നമ്മളെല്ലാം വണ്ടി ഈ പറഞ്ഞ പോലെ കോന ഡ്രൈവ് ചെയ്തു, അയോണിക് ഡ്രൈവ് ചെയ്തു, MGയുടെ ഡ്രൈവ് ചെയ്തു. MG ഡ്രൈവ് ചെയ്തില്ല, BYD, കോന, അയോണിക്, 3 ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിനോട് കൂടുതൽ താല്പര്യം തോന്നാൻ എന്തായിരുന്നു ഒരു റീസൺ? എനിക്ക് പേഴ്സണലി എൻ്റെ വീട്ടിൽ ബ്രദറിനും ഫാദറിനും അയോണിക് ഓടിച്ചപ്പോഴാണ് കുറച്ച്, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ BYD ആണ് ഓടിച്ചതിൽ കുറച്ചുകൂടെ കംഫർട്ടായിട്ട്. ഡ്രൈവിംഗ് കംഫർട്ടായിരുന്നു. നല്ല സ്റ്റേഡിയാണ്, ബോഡിയൊക്കെ നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ്. പിന്നെ അയോണിക് നല്ല വണ്ടിയാണ്, പക്ഷേ ഭയങ്കര ഹൈ ആൻഡ് കോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും കോസ്റ്റ് ഇച്ചിരി കൂടുതലാണെന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ് ആ ക്ലാസ്സിൽ കുഴപ്പമില്ലാത്തൊരു ഒരു പ്രീമിയം സെഗ്മെൻറ്റിന് വേണമെങ്കിൽ ഉള്ള ഫീച്ചേഴ്സ്, ചില ഫീച്ചേഴ്സ് കുറവുണ്ട്. അത് വെച്ചാൽ ബാക്കിയെല്ലാം ഒരു കുഴപ്പമില്ലാത്ത ഫീച്ചറുകളാണ്. എവിടെ നിന്നായിരുന്നു വണ്ടി എടുത്തത്? ഇവിടെ എറണാകുളത്ത് തന്നെയാണ്. ഞങ്ങൾ എറണാകുളത്താണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. എറണാകുളത്ത് BYDയുടെ ഷോറൂമിൽ നിന്നാണ് വണ്ടി. ഓക്കെ. എന്തെങ്കിലും ഡിലേ എന്തെങ്കിലും ഉണ്ടായിരുന്നോ വണ്ടിക്ക്? ഇല്ല, ഒരാഴ്ച കൊണ്ട് വന്നു. കളർ അങ്ങനെ എന്തെങ്കിലും ഒരു കളർ ഇതൊരു ഈ കളറിന് ഒരു 50,000 റുപ്പീസ് എക്സ്ട്രാ വരും. ഇത് മനസ്സിൽ കണ്ടൊരു കളറായിരുന്നോ അതോ? അങ്ങനെ എനിക്ക് ബ്ലാക്ക് ആയിരുന്നു വേണ്ടിയത്, പക്ഷെ അന്ന് ബ്ലാക്ക് ഇല്ലായിരുന്നു. പിന്നെ വൈറ്റ് ഒരു ചെറിയൊരു ഓഫിഷ് വൈറ്റ് ആയിരുന്നു. അപ്പോൾ പ്യുവർ വൈറ്റ് അല്ലാത്തതിൻ്റെ ഒരു ഇത് ബ്ലാക്ക് ഓർ വൈറ്റ്. പിന്നെ ഒരു മോണോക്രോം കളേഴ്സിന് തൽക്കാലം വിട്ട് നിൽക്കാന്ന് വെച്ചാൽ പിന്നെ ഉള്ള ഓപ്ഷൻസിൽ ഇതായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ. അതിന് ഇച്ചിരി പൈസയും കൂടുതലായിരുന്നു. മാക്സിമം കുഴപ്പമില്ലാന്ന് വന്നിട്ട് തന്നെ എടുത്തത്. ഇതിപ്പോൾ എത്ര ആളായി വണ്ടി എടുത്തിട്ട്? ഞാനിത് ജാനുവരി ലാസ്റ്റാണ് എടുത്തത്. 8 മാസമായിട്ടുള്ളൂ. 8 മാസം. എത്ര കിലോമീറ്റർ ഓടി? ഓൾമോസ്റ്റ് ക്ലോസ് ടു 20,000 ആയി. 20,000 ആയി. ഇതിന് ഓട്ടം കൂടുതലാണ് ഇപ്പോൾ തോന്നുന്നു. ഇലക്ട്രിക് വന്നതിന് ശേഷം മറ്റേ വണ്ടി ഓട്ടം സ്വാഭാവികമായിട്ടും കൂടും. ഓക്കെ. എത്രയായിരുന്നു അന്ന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്? ഏതാണ്ട് 3680 ആ റേഞ്ചാണ് വന്നത്.
38. 3680. 36. ഓക്കെ, സോറി, 3680 അല്ലേ? ഓക്കെ, ഫൈൻ. ഇപ്പോൾ EV വെഹിക്കിൾ പലരും എടുക്കാനുള്ളൊരു ആളുകളുടെ മനസ്സിലുള്ളൊരു കൺസേൺ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ റേഞ്ചിൻ്റെ ഇഷ്യൂ, ചാർജിങ് ചെയ്യാനുള്ള ചാർജിങ് സ്റ്റേഷൻ്റെ അവൈലബിലിറ്റി, അങ്ങനെയുള്ള കുറേ കൺസേൺ ആളുകളിലേക്കുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തോന്നിയിരുന്നോ വണ്ടി എടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തെ പറ്റി റിസർച്ച് ചെയ്തിരുന്നോ? റിസർച്ച് ചെയ്ത പോലെയല്ല ശരിക്കും ആക്ച്വൽ അനുഭവം വന്നപ്പം. റിസർച്ച് ചെയ്തപ്പം വലിയ പ്രശ്നങ്ങൾ തോന്നിയില്ല. കേരള ഫുള്ളും പിന്നെ ബാംഗ്ലൂർ, ചെന്നൈ ആ റോഡുകളിലൊക്കെ ഫുള്ളി ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി ഓക്കെ ആണ് എന്നുള്ളൊരു ഇതായിരുന്നു. ഓൾറെഡി ഓക്കെ ആണ്, അത് കുഴപ്പമൊന്നുമില്ല. ചില ഏരിയകൾ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി MG യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളിയൊക്കെ പോയപ്പം മൂന്നാറൊക്കെ പോയി ഈസി ആയിട്ട് പോയിട്ട് വന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ആ ധൈര്യത്തിൽ കൊണ്ട് എടുത്തത്. പക്ഷേ ഞാൻ മൂന്നാറും ഈ അടുത്ത് മറ്റേ വയനാട് ഇഷ്യൂ നടക്കുന്നതിന് മുമ്പ് വയനാട് പോയപ്പോഴും 2 പ്രാവശ്യവും എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി. എന്തായിരുന്നു ബുദ്ധിമുട്ട്? ഞാൻ സാറ് ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷനിലാണ് പോകാറ്. അവിടെ ഒരു സ്റ്റേഷനും മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ജിയോൺ അങ്ങനെ കുറച്ചതുണ്ട്. 5-6 കയറി. എനിക്ക് പിന്നെ ഒരു ലോക്കൽ പ്ലെയറിൻ്റെ പേര് പറഞ്ഞുപോയി. പിന്നെ KCBയുടെ കയറി. അങ്ങനെ അവിടെ അയാൾ മിക്കണത്തിനും കയറി. ഒന്നും വർക്കിംഗ് അല്ല, എല്ലാം ഔട്ട് ഓഫ് ഓർഡർ. എന്തോ അവിടെ വണ്ടി കുറവാണ്, എന്തോ മെയിൻ്റെനൻസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഒറ്റ ദിവസം കൊണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി ടെൻഷൻ വരും. സെയിം മൂന്നാർ പോയപ്പോൾ അതേ ഇഷ്യൂ ഉണ്ടായിരുന്നു. മൂന്നാർ ഓപ്ഷൻസും കുറവായിരുന്നു. പിന്നെ ഞാൻ താമസിച്ച ഹോട്ടലിൽ അവർ പറഞ്ഞ് ഇവിടെ ചാർജ് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ചാർജ് ചെയ്തിട്ടാണ് അവർ ഓവർനൈറ്റ് ചാർജ് ചെയ്തിട്ടൊക്കെയാണ് ചാർജ് ആയത്. അപ്പോൾ അങ്ങനത്തെ ഏരിയയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ആൻസൈറ്റി അടിക്കും. ലോങ് പോകാനുള്ള ധൈര്യം ഉണ്ടോ ഇപ്പോഴും? ലോങ് പോകാൻ പ്രശ്നമില്ല. കാരണം ആക്ച്വലി കേരളത്തിൽ പറഞ്ഞാൽ പിന്നെ ജിയോൻ്റെ നല്ല നെറ്റ്വർക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ജിയോൻ്റെയും ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. തമിഴ്നാടും ബാംഗ്ലൂർ, കർണാടക റൂട്ടിലൊക്കെ കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട്. ഇൻഫാക്ട് നമുക്ക് ബാംഗ്ലൂർ പോകുന്ന റൂട്ടിലൊരു 120 kVയുടെ മെഷീൻസും ഉണ്ട്. ഒരു ഇതുണ്ട്, കുഴപ്പമില്ലാത്തതുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് പോവാം. 2 ചാർജിൽ നമുക്ക് ധൈര്യമായിട്ട് കയറി പോവാം. ഇപ്പോൾ കമ്പനി എത്രയാണ് ഇതിൻ്റെ? ശരിക്കും പറഞ്ഞാൽ 521 ആണ് തോന്നുന്നു കമ്പനി പറയുന്നത് അല്ലേ? എത്ര കിട്ടുന്നുണ്ട് റേഞ്ച്? 500 എന്തായാലും കിട്ടുമൊന്നുമില്ല. ഓരോരുത്തരുടെ ഡ്രൈവിംഗ് റേഞ്ച് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും എങ്ങനെയാണ് നമ്മൾ ഇതാക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ഓടിക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 400 എന്തായാലും കിട്ടും. മിനിമം 400 എന്തായാലും കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ റേഞ്ച് ആൻസൈറ്റി ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ ഒരു 15% താഴത്തോട്ട് പോകാൻ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എപ്പോഴും ആലോചിക്കൊന്ന് നോക്കണമെന്ന്. പക്ഷെ എങ്ങനെ പോയാലും കിട്ടിയില്ലെങ്കിലോ, ഇനിയിപ്പോൾ സ്റ്റേഷൻ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള പേടിയാണ്. അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. 15 താഴെ എന്തോ നമ്മുടെ ഈ ഫോണിൻ്റെ ബാറ്ററിയും 15% താഴെ നമ്മൾ വെക്കാൻ ചില സമയത്ത് വെക്കത്തില്ല. അതേപോലത്തെ ഒരു റേഞ്ച് ആൻസൈറ്റി ഇതിനകത്തുണ്ട്. 15 താഴെ അങ്ങനെ വെച്ചിട്ടില്ല. പക്ഷെ എന്നാലും എങ്ങനെ പോയാലും ഒരു 410, 420 ഒക്കെ ഈസിലി എന്തായാലും കിട്ടും. 100% കിട്ടും. ഞാനൊരു 380, 390 ആ റേഞ്ച് അതായത് അപ്പോഴും ഈ പറഞ്ഞ 12% അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ എന്തായാലും കിട്ടിയാണ്. എത്ര സമയം കൊണ്ടാണ് ഫുൾ ചാർജ് ആവുന്നത്? അതിൻ്റെ ചാർജിങ് ഓപ്ഷൻ 60 വാട്ട്സിൻ്റെ മെഷീനിൽ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ, വേറെ വണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ 5 മിനിറ്റിൽ ഫുൾ ചാർജ് ആവും. വേറെ വണ്ടി വരികയാണെങ്കിൽ 30 സ്പ്ലിറ്റ് ആയിട്ട് പോയിട്ട് ഒരു 1-1.25 മണിക്കൂറാവും. ഇനി 120യുടെ ഒക്കെ മെഷീൻ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 20-25 മിനിറ്റിലും ചാർജ് ആവും. ഇപ്പോൾ നോർമലി വീട്ടിൽ ചാർജ് ചെയ്യാൻ നേരത്തെ എങ്ങനെയാണ്? വീട്ടിൽ നമുക്ക് 12 hours മേലെടുക്കും. കാരണം AC ആണല്ലോ, സ്ലോ ചാർജിങ്ങിന് ഇതാണല്ലോ. അപ്പോൾ നമുക്ക് ഇതാക്കി വരും. അത് ഓവർനൈറ്റ് ചാർജ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ മറ്റേ മെഷീൻ വെച്ചിട്ടില്ല ആക്ച്വലി. ഞാനൊന്ന് സോളാറൊക്കെ വെച്ചിട്ട് വെക്കാന്നുള്ള പുറത്തുനിന്നാണ് ഞാൻ എപ്പോഴും അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷെ അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ കുറേ ആൾക്കാരെ പരിചയപ്പെടാം, അങ്ങനെ കുറേ ആൾക്കാരൊന്ന് സംസാരിക്കും. അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ അറിയും. മിക്കതും ടാറ്റാക്കാരുടെ എക്സ്പീരിയൻസ് ആണ് കേൾക്കാറ് കൂടുതൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നെറ്റ്വർക്കിംഗ് കൂടെയാണ് ഈ കാർ കിട്ടിയതിന് ശേഷം. അപ്പോൾ ഇഷ്ടപ്പെട്ട വണ്ടിയാണ് എങ്കിലും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്തായിരിക്കും വണ്ടിയിൽ? അങ്ങനെ ഒരു കാര്യം, നല്ല ഡിസൈനാണ്, ഇന്റീരിയർ ഭയങ്കര ക്ലാസ്സാണ്. പക്ഷേ എനിക്ക് ഫേവറേറ്റ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് തന്നെ. നല്ല സ്റ്റേഡിയാണ് വണ്ടി. ബോഡിയൊക്കെ നല്ല ഹെവിയാണ്. ബിൽഡ് ക്വാളിറ്റിയൊക്കെ നന്നായിട്ടുണ്ട്. മുമ്പ് നമുക്ക് ഈ ഒരു നോഷൻ ഉണ്ടായിരുന്നല്ലോ, പണ്ട് ഈ ഗിയർ ഉപയോഗിച്ച വണ്ടി നമ്മൾ ഓട്ടോമാറ്റിക് പോകുമ്പോൾ ഗിയർ ഉപയോഗിച്ച വണ്ടിയുടെ ഒരു സുഖം കിട്ടില്ല. അതുപോലെ പെട്രോൾ ഡീസൽ എഞ്ചിൻ മാറിയിട്ട് ഒരു ഇലക്ട്രിക് പോകുമ്പോൾ ആ സൗണ്ട് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ചുമ്മാ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളൂ. ഇത് വെരി നൈസ് മെഷീൻ. നല്ല രീതിക്ക് നല്ല സ്റ്റേഡിനെസ് ഉണ്ട്, ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ട്. നമ്മൾ ലോങ് പോയാലും അങ്ങനെ ടയർഡ് ആവില്ല, മടുക്കില്ല. ഒന്നാമത് ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ടും സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ. ഏറ്റവും ഇതിന് മുമ്പ് ഏത് വണ്ടിയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? എനിക്കൊരു വെൻഡോ ഉണ്ട്, കൊടുത്തിട്ടില്ല, അത് തന്നെ ഇപ്പോഴും ഉണ്ട്. വോൾക്സ്വാഗൻ്റെ വെൻഡോ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം തോന്നിയ ഒരു ബെറ്റർ ഇതെന്തായിരിക്കും? അങ്ങനെ കമ്പാരിസൺ അതിന് ചെയ്യാൻ പറ്റില്ല. അതൊരു 7 വർഷം പഴക്കമുള്ള വണ്ടി, മറ്റേത് അതും ഭയങ്കര നല്ല വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. പക്ഷേ എന്നാലും ഇത് കുറച്ചുകൂടെ ഫീച്ചർ റിച്ച് ആണ്. കുറച്ച് ഞാൻ പറഞ്ഞില്ല, ബോഡിയൊക്കെ നല്ല ഹെവി ആണെന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ എന്താണെന്നുള്ളത്. കാരണം ഡ്രൈവിംഗ് കംഫർട്ടാണ് ഇതിൻ്റെ ഒരു മെയിൻ അല്ലേ? ഒരു സീറ്റിങ്ങിൻ്റെ പൊസിഷൻ, വിസിബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
വിസിബിലിറ്റിയും സീറ്റിങ്ങിൻ്റെ പൊസിഷനൊക്കെ കുഴപ്പമില്ല, നല്ലതാണ്. ചില ഫീച്ചേഴ്സൊക്കെ അവർക്ക് കൂടെ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫേവറേറ്റ് കാര്യം പറഞ്ഞപ്പോൾ അതിലേക്കാണ് ഞാൻ വന്നത്. ഇത്രയും യൂസ് ചെയ്ത സ്ഥിതിക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കുറവുള്ളതായിട്ടോ ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു? ഉണ്ട്, അതുണ്ട്. അത് ഞാൻ വണ്ടി എടുത്തപ്പോൾ തന്നെ അവരോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഒന്ന്, ഏറ്റവും ആദ്യം എനിക്ക് തോന്നിയത് വെന്റിലേറ്റഡ് സീറ്റാണ്. വെന്റിലേറ്റഡ്, അപ്പോൾ ഈ പ്രൈസിനുള്ളതിൽ വെന്റിലേറ്റഡ്, ഇപ്പം നമ്മുടെ കിയയുടെ സോണറ്റിന് പോലും വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്. ഇതിന് വെന്റിലേറ്റഡ് സീറ്റ് ഇല്ലാത്തത് എനിക്കൊരു വലിയ മൈനസായിട്ട് ഫീൽ ചെയ്തു. പിന്നെ നമ്മുടെ വെൻഡോയ്ക്ക് പോലും ഓട്ടോ വൈപ്പർ ഉണ്ട്. ഓട്ടോ വൈപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഇത് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു മിസ്സിങ് ഫീൽ ചെയ്തു. പിന്നെ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല, എന്നാലും സീറ്റിൻ്റെ മെമ്മറി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ കാരണം പ്രീമിയം ഫീച്ചേഴ്സിലുള്ളത് വരുമ്പം ഇതിനകത്ത് ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഒരു വലിയ കോസ്റ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാമായിരുന്നു. അറ്റ്ലീസ്റ്റ് വെന്റിലേറ്റഡ് സീറ്റെങ്കിലും ചെയ്യായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് എന്തായാലും ഉണ്ട്. കാരണം AC കുറച്ചൊരു പെർഫോമൻസ് കുറവ് ഫീൽ ചെയ്തിട്ടുണ്ട്. കൂളിംഗ് കുറവ്. ഞാൻ മാത്രമല്ല, വേറെ BYD Atto 3 ഓണേഴ്സിനടുത്ത് ഞാൻ അത് കേട്ടിട്ടുണ്ട്. ഇച്ചിരി കൂളിംഗ് കുറവാന്നുള്ളൊരു ഇതുണ്ട്. കമ്പാരിറ്റീവ്ലി എന്തോ ഒരു കൂളിംഗ് കുറവിൻ്റെ ഒരു ഫീലിംഗ് ചെയ്യാറുണ്ട്. അത് ഇവൻ വെൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ കൂളിംഗ് ശകലം കുറവാണ്. അങ്ങനെ വലിയ ഇതൊന്നല്ല, പക്ഷെ കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഫുള്ളി ഇലക്ട്രോണിക് ആണ്, എല്ലാം ഇലക്ട്രോണിക് ആണ്, കംപ്ലീറ്റ്ലി ഓൾ ഗുഡ്. വെൽ, ഇന്റീരിയർ സ്പേസിന്റെ കാര്യത്തിൽ എങ്ങനെ സാറ്റിസ്ഫൈഡ് ആണോ? നല്ല സാറ്റിസ്ഫൈഡ് ആണ്, നല്ല സ്പേഷ്യസ് ആണ്, ഡിസൈനൊക്കെ നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആണ്. നമുക്ക് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കോക്പിറ്റ് ഡിസൈൻ ആണ് സാറിന് എല്ലാവരും പറയുക കാണുമ്പോൾ. ഗിയറിന്റെ നോബ് വരെ അങ്ങനെയാണ്. ഭയങ്കര സിമ്പിൾ ഡിസൈൻ, എലഗന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി ടാബും അല്ല, എന്നാൽ കുറച്ച് കംപ്ലീറ്റ്ലി ടാബ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു സമയത്ത് ചിലർക്ക് ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ട് വരും. കുറച്ച് സ്വിച്ചസും ഉണ്ട്, ടാബും ഉണ്ട്, വോയിസ് കമാൻഡ് ഉണ്ട്, അങ്ങനെ എല്ലാം കുഴപ്പമില്ലാത്ത അങ്ങനത്തെ രീതിയിലെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. റിയർ സീറ്റിലിരുന്ന ഇപ്പോൾ ഫാമിലിയൊക്കെ റിയർ സീറ്റിലിരിക്കുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് അവരെങ്ങനെയാണ് പറയുന്നത്? സ്പേസ് ആയാലും ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണല്ലോ ബാറ്ററി വരുന്നത്. അതുകൊണ്ട് പറ്റി ആ നടുക്കത്തെ ആ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് മൂന്നും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. സെൻട്രൽ കൺസോൾ അത് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ആക്ച്വലി 3 പേർക്കും കംഫർട്ടബിൾ ആയിട്ട് തന്നെ ബാക്കിൽ ഇരിക്കാൻ പറ്റും. ബാക്കിൽ നിന്ന് അങ്ങനെ ഡ്രൈവർ സീറ്റിന് മറ്റേ സീറ്റിന് മുമ്പ് റോഡ് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ വേറെ കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കംഫർട്ടാണല്ലോ, സസ്പെൻഷൻ നല്ല സസ്പെൻഷനാണ്, നമുക്ക് നല്ലത് മനസ്സിലാവും. അത് നല്ല ഒരു കുഴപ്പമില്ല, മോശം റോഡിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഒരു പ്രശ്നമില്ല, നല്ല ആ സ്മൂത്ത്നെസ് അതിനകത്തുണ്ട്. അത് ഞാൻ പറഞ്ഞു, ആ ഡ്രൈവിംഗ് കംഫർട്ടിൻ്റെ ഒരു ഇത് തന്നെയാണ് മെയിൻ ഒരു ഇതല്ലേ. ഇപ്പോൾ വണ്ടിക്ക് എത്ര സർവീസ് കഴിഞ്ഞു? ഒരു സർവീസ്, ഫ്രീ സർവീസ് 5,000 ആണ്, 3,000 ആണ് നോർമൽ ഇനീഷ്യൽ സർവീസ്. ഓക്കെ, സർവീസ് കോസ്റ്റിനെ പറ്റി എന്തെങ്കിലും അന്വേഷിച്ചിരുന്നോ? സർവീസ് കോസ്റ്റ് അധികം അങ്ങനെ വരില്ല, കാരണം ഇതിനകത്ത് മെയിനായിട്ട് സർവീസ് കോസ്റ്റ് എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടാകും, പിന്നെ AC ഫിൽറ്റർ അങ്ങനത്തെ ഉള്ളൂ. എഞ്ചിൻ ഓയിലൊന്നും ഇല്ലല്ലോ. ഒരു 2,000-3,000 റേഞ്ച് അത്രേ മാക്സിമം വരാൻ സാധ്യതയുള്ളൂ. ഫസ്റ്റ് സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സർവീസ് സെന്ററിലെ ഡീലിംഗിൻ്റെ ഒക്കെ എങ്ങനെയുണ്ട്? നല്ല ഡീലിംഗ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല, ഫ്രണ്ട്ലി ആണ്. അവരിപ്പം ഞാൻ എടുക്കുന്ന സമയത്ത് മൊത്തം Atto 3 ആകെ 40 വണ്ടി ആയിട്ടുള്ളൂ. കേരളത്തിൽ ഒറ്റ സർവീസ് സെൻറ്ററേ ഉള്ളൂ ഇപ്പോൾ. അപ്പം വണ്ടികൾ ഇനിയും കൂടിക്കഴിഞ്ഞാൽ സർവീസിൻ്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യാതിരുന്നാൽ മതി. ഇപ്പം കുഴപ്പമില്ല, EVM ആണല്ലോ, അതിൻ്റെ വലിയ കുഴപ്പമില്ലാതെ അവർ ഡീൽ ചെയ്യുന്നുണ്ട്. എറണാകുളംകാർക്ക് ബേസിക്കലി കുഴപ്പമില്ല, കാരണം എറണാകുളത്ത് തന്നെ സർവീസ് സെൻറ്റർ ഉള്ളത്. ട്രിവാൻഡ്രത്തോ കോഴിക്കോടോ തൃശ്ശൂരോ ഉള്ള ആൾക്കാർക്കാണ് കുറച്ച് ഒരു ഇത് വരെ. കാരണം വണ്ടി എടുത്തപ്പോൾ ഡീലിംഗ് ഷോറൂമിൽ നല്ല ഡീലിംഗ് ആയിരുന്നു. നിതിൻ ഉണ്ട്, നിതിനാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. നല്ല സർവീസ്. ഇപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിയപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു? എന്തെങ്കിലും കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഒന്ന്, ഇതിനകത്ത് നമ്മുടെ കാർപ്ലേക്ക് വയേർഡാണ്. ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് കിട്ടും, കാർപ്ലേ വയേർഡാണ്, ഒരു പോരായ്മയാണ്. പിന്നെ ഒരു കംപ്ലൈൻറ്റ് എന്നുള്ളത് കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെ ചെളി അടിച്ച് കയറുന്നുണ്ടല്ലേ? ഓക്കെ, ഞാനത് എനിക്ക് മാത്രമുള്ള പ്രശ്നമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഡോറിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ ഷേപ്പ് കൊണ്ടായിരിക്കാം. ഇവിടെ ഒരു ബീഡിങ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഞാൻ ഇതുപോലെ കാർ ചാർജ് ചെയ്യുമ്പോൾ വേറൊരു BYD-കാരൻ പുള്ളി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കുക, പുള്ളിയോട് ആദ്യം പറഞ്ഞു തന്നെയാണ്. ഒരു പൊതു ഇഷ്യൂ ആണ്. ഇത് അവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം കയറുന്നൊരു ചെളി കയറുന്നൊരു സാധനം ഉണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടി ഫീച്ചർ റിച്ച് ആണ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് ഫീച്ചർ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് അകത്തിരുന്ന് ഒന്ന് നോക്കാമല്ലേ? കാരണം ഡിസ്പ്ലേ കറങ്ങി വരുന്ന ഉൾപ്പെടെയുള്ള പല അത്ഭുതങ്ങളും വണ്ടിയിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകത്തുനിന്നുള്ള കുറച്ച് കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇതിനകത്ത് ഇരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് വണ്ടികളിൽ കാണാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സംഭവം ഗിറ്റാറിൻ്റെ സ്ട്രിങ് പോലത്തെ ഒരു സംഭവം ഇതിൻ്റെ സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അടിപൊളിയായിട്ട് ഇത് സൗണ്ടും കേൾക്കും കേട്ടോ.
പിന്നെ ഈ ഡാഷ്ബോർഡിന്റെ ഒരു ഡിസൈൻ ആയാലും AC-യുടെ വെണ്ടൊക്കെ ആയാലും അടിപൊളിയാണ് അല്ലേ? യുണീക് ഡിസൈൻ. യുണീക് ഡിസൈൻ ആണ് എന്നിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെയാണ് അവർ ഡോർ ലോക്കിന്റെ മറ്റേ സ്പേസ് അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ അതെ. പിന്നെ ഈ ഹാൻഡിൽ ശ്രദ്ധിച്ചോ, ഹാൻഡിൽ ഒരു ഡിഫറെന്റ് ഷേപ്പാണ്, ഒരു മെക്കാനിക്കൽ സാധനത്തിന്റെ ഒരു അങ്ങനത്തെ രീതിയിലായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്പാനറിന്റെ ഒരു സോറി ഞാൻ ആ വാക്കാ തപ്പിയത്. സ്പാനറിന്റെ ലുക്കില് കൊടുത്തിട്ടുണ്ട്. പല കളേഴ്സ് ഉണ്ട്, പിയാനോ ബ്ലാക്ക് ഉണ്ട്, അലൂമിനിയം ഫിനിഷ് ഉണ്ട്, പിന്നെ ഒരു ബ്ലൂയിഷ് കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈറ്റ് ഉണ്ട്, ഇവിടെ ബ്ലാക്ക് ഉണ്ട്. ഇതൊക്കെ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. ഒരു പ്രീമിയം ഇത് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗിയർ നോബ് ആയാലും അതാണ് മറ്റേ ഫ്ലൈറ്റിന്റെ ഒക്കെ ഒരു സെറ്റപ്പ്. വയർലെസ് ചാർജിങ്ങിന്റെ ഇതുണ്ട്, വയർലെസ് ചാർജിങ് ഉണ്ട്. പിന്നെ മെയിൻ അട്രാക്ഷൻ ആണ് നമ്മൾ തിരിയും എന്ന് പറഞ്ഞ ഒരു സാധനം. ഒന്ന് തിരിച്ച് കാണിക്കാമോ? യെസ്, അടിപൊളി. അതായത് നമുക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഇതിന്റെ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ട് ഭയങ്കര ഈസി ആക്കുന്നതിൽ ഒരു മെയിൻ ഫീച്ചർ ഇതിന്റെ ക്യാമറാസ്, അതിന്റെ ക്ലാരിറ്റി. ഇപ്പം ഇത് ഫ്രണ്ട് വ്യൂ ആണ്, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഫ്രണ്ട് വ്യൂ ആണ്, ഇത് ബാക്ക് വ്യൂ ആണ്. ഇത് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വ്യൂ, റൈറ്റ് സൈഡിലുള്ള വ്യൂ, ബാക്കിൽ നിന്ന് വീണ്ടുള്ള വ്യൂ. ഇത് പിന്നെ ഇതിൻ്റെ 3D വ്യൂ ഉണ്ട്. 3D വ്യൂ ഭയങ്കര ക്ലാരിറ്റിയാണ്. 3D വ്യൂവിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ആ ഡോർ അടച്ചാൽ ഞാൻ കുറച്ചുകൂടെ വേണമെങ്കിൽ മനസ്സിലാക്കാം. കണ്ടോ, ഈ ആംഗിളിൽ നമുക്ക് ഈ സൈഡിലുള്ള റിയൽ ആയിട്ടുള്ള ഇമേജിനെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ അത്ര ക്ലിയർ ആണ്. അടിപൊളി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണല്ലേ? അത്യാവശ്യം വളരെ നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ ചില സ്ഥലത്ത് ഇങ്ങനെ ഇടുങ്ങിയ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇവിടെ കല്ല് തട്ടോ അങ്ങനത്തെ ആ സമയത്തൊക്കെ ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് എടുത്തുകൊണ്ട്. പിന്നെ ഡ്രൈവിംഗ് അസിസ്റ്റന്റ് കുറെ അഡാസ് ഫീച്ചറുകൾ വേറെയും കുറെ ഉണ്ടെന്ന് തോന്നുന്നു. അഡാസ് ഫീച്ചർ ഉണ്ട്, പക്ഷേ അഡാസ് ഫീച്ചർ നമ്മൾ ഇന്ത്യയിൽ നമ്മളിവിടെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഓണാക്കി വെച്ചിട്ട് നമ്മുടെ ആ വൈറ്റില റൂട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക്, അവിടെ നിന്ന് റൈറ്റിലാണ് നമുക്ക് കട്ടിങ് വരുന്നത്. അപ്പോൾ റൈറ്റിലേക്ക് ഒരാൾ ഇങ്ങനെ ബൈക്കാരൻ ഇങ്ങനെ തിരിക്കാൻ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലൈഡിലേക്ക് ഒന്ന് വണ്ടി ഒതുക്കി. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരു വണ്ടി സാധാരണ വരുന്ന പോലെ വരുന്നു, ഇതിങ്ങനെ വെട്ടിച്ചു. ഞാൻ പേടിച്ചു പോയി. നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ഡിസിപ്ലിൻ അഡാസിന് ഒരു ഇതായിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ടല്ലോ അല്ലേ? 3 ഡ്രൈവ് മോഡുണ്ട്. ഈക്കോ മോഡ്, നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്. അതിലെല്ലായിട്ട് ഓടിക്കാറുണ്ടോ? സ്പോർട്സ് മോഡ് അങ്ങനെ ഓടിക്കാൻ ഒരു അവസരം കിട്ടില്ല. ഓൾറെഡി നല്ല പവറുള്ള വണ്ടിയാണെന്ന്. ഇക്കോ മോഡിൽ തന്നെ അത്യാവശ്യം അഗ്രസീവ് ആണ്. അത്യാവശ്യമാണ്. അതിനൊരു ചെറിയൊരു കട്ടിയൊക്കെ തോന്നും ചെറുതായിട്ട്, പക്ഷെ അങ്ങനെ വലിയ വ്യത്യാസമില്ല. ഇക്കോ മോഡും നോർമൽ മോഡും തമ്മിൽ നോക്കുമ്പോൾ റേഞ്ച് അറൗണ്ട് ഒരു 1 or 2 കിലോമീറ്റേഴ്സ് ഡിഫറൻസേ കാണുള്ളൂ. പിന്നെ നമ്മൾ നോർമൽ മോഡ് ഇട്ട് ഞാൻ ഇപ്പോൾ നോർമൽ മോഡ് ഇട്ട് ഓടിക്കാറ്. ഇക്കോ മോഡ് അങ്ങനെ ഓടിക്കാറില്ല അധികം. വല്ലപ്പോഴും ഈ പറഞ്ഞ റേഞ്ച് ആങ്സൈറ്റി വരുമ്പം നമുക്ക്, പക്ഷെ മറ്റേ ടാറ്റയുടെ പോലെ AC കട്ടാവുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇക്കോ മോഡ് ഇട്ട് കഴിഞ്ഞാൽ XUV 400 അങ്ങനെ കസ്റ്റമർ പറഞ്ഞു കേട്ടിരുന്നു. ആണല്ലേ, റേഞ്ച് കുറയാൻ നേരത്തെ AC-യുടെ കൂളിംഗ് കുറയാം. ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇക്കോ മോഡ് ഇട്ടാൽ ആ പ്രശ്നമൊന്നുമില്ല. നമുക്ക് മറ്റേ ഡീസൽ വണ്ടിയോ പെട്രോൾ വണ്ടിയോ ഉപയോഗിച്ചിട്ട് ആ ഒരു മോട്ടറിന്റെ സൗണ്ട് ഇല്ലാത്തതിന്റെ ഒരു ഇതൊക്കെ ആദ്യമൊക്കെ നമുക്ക് കുറച്ചുണ്ടാവും. കാരണം നമ്മൾ ഇത്ര നാൾ നമ്മളങ്ങനെ യൂസ്ഡ് അല്ലല്ലോ EV-യുടെ. അപ്പോൾ ഒരു ഫ്യൂൽ എഞ്ചിൻ കാറിൽ നിന്ന് മാറി ഒരു ബാറ്ററി കാറിലേക്ക് മാറുമ്പം ആ ഒരു സൗണ്ട് ഇല്ലാത്തതിന്റെ ഇത്, ആ ഒരു ടോർക്ക് കയറുമ്പോൾ നമുക്ക് അത് മാറി കിട്ടും അല്ലേ? അത് മാറി കിട്ടും. നമ്മളിപ്പോൾ സിഗ്നലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് തന്നെയാണ് ആരെന്തെങ്കിലും നമ്മൾ ഇനീഷ്യൽ ടോക്കൊക്കെ ഇനീഷ്യലി ഉള്ള ഒരു പിക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെയാണ് ഭയങ്കര അതുകൊണ്ട് ഇപ്പം നല്ല കുഴിയുള്ള റോട്ടിൽ നമ്മൾ പോകും. നമ്മളാരും അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ കുലുങ്ങും. സസ്പെൻഷനൊക്കെ നല്ല സ്മൂത്താണ്. കുലുങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുലുങ്ങും, പക്ഷെ നമ്മൾ അറിയുന്നില്ല ആ ഒരു ബുദ്ധിമുട്ട് അറിയില്ല. അതെ, അത്യാവശ്യം വലിയ വണ്ടിയാണ്. SUV ആണെങ്കിലും ടേണിംഗ് റേഡിയസ് ഒക്കെ അടിപൊളിയാണല്ലോ. ടേണിംഗ് റേഡിയസ് ഒക്കെ നല്ല സ്മൂത്ത് ആണ്. ഒറ്റ ഒടിക്ക് നമുക്ക് ചെറിയ യൂട്ടേൺ ഒന്നുകൂടെ റൗണ്ട് എടുത്ത് കാണിച്ചു തരാണ്ടോ. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഫുള്ള് ഇത് പുള്ളി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല, പുറത്തുനിന്ന് ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ കറക്റ്റ് കിട്ടുമായിരിക്കും. സസ്പെൻഷന്റെ കാര്യം പുള്ളി പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അടിപൊളിയാണ്. റോഡ് ഇല്ലാത്ത സ്ഥലത്ത് കൂടി പോയിട്ട് നമ്മൾ അതൊക്കെ അറിയുന്നില്ല അല്ലേ? ഡ്രൈവിംഗ് ഭയങ്കര ഈസിയാണ് ഇപ്പം. അങ്ങനത്തെ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് എല്ലാം ടെക്നോളജി അഡാപ്റ്റ് ചെയ്തായതുകൊണ്ട് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ 7.1 സെക്കൻഡിലാണ് 0 to 100 അല്ലേ? നല്ല പവറുള്ള നല്ല പവറുള്ളതാണ്. നല്ല ബ്ലേഡ്സ് അല്ല അങ്ങനെ എന്തോ ഒരു ഇതല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് എടുത്തു പറയേണ്ട ഒരു ഇതിനകത്തൊരു കാര്യം, ബ്ലേഡ് ബാറ്ററി ടെക്നോളജി. അതെ, അപ്പൊ നോർമൽ ഒരു യൂഷ്വലി ആയിട്ടുള്ള ഒരു ലിഥിയം അയൺ ബാറ്ററി സെല്ലല്ലേ. അപ്പം ബ്ലേഡ് ബാറ്ററിയുടെ എന്ന് പറഞ്ഞാൽ പഞ്ചറായാലും ഫയർ ആയാലും വണ്ടി അങ്ങനെ അങ്ങനത്തെ ഒരു ചാൻസ് ഇല്ല. കുറച്ചുകൂടെ സേഫ്റ്റി എൻഷുർ ചെയ്തിട്ടൊരു ടെക്നോളജിയാണത്. സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നല്ല രീതിയിൽ എയർ ബാഗ് കുത്തി നിറച്ചിട്ടുണ്ട് അല്ലേ? 7 എയർ ബാഗ് ഉണ്ട്. പിന്നെ 4 വീലും ഡിസ്ക് ആണ് അല്ലേ?
ഇത്രയും പവറുള്ള വണ്ടിക്ക് അത് എന്തുകൊണ്ടും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഇനേഴ്ഷ്യ ഫ്രണ്ടിലോട്ട് അങ്ങനെ ലെവലിൽ പോകുന്ന സാധനമില്ല, സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്തില്ല. കാരണം ഒന്നാമത്തെ ഈ പ്ലാറ്റ്ഫോമിലാണ് ബാറ്ററി, അപ്പോൾ വെയിറ്റ് ബാലൻസ്ഡും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടെ നമുക്ക് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇപ്പോൾ ഇന്റീരിയറിലെ സ്പേസിലെ കാര്യം പറയാം. ബൂട്ട് സ്പേസ് എങ്ങനെയുണ്ട് വണ്ടിക്ക്? ബൂട്ട് സ്പേസ് 440 ലിറ്റർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമുക്ക് കാണുമ്പോൾ നമുക്കൊന്ന് ബൂട്ട് സ്പേസ് ലിറ്റർ സയൻസിൽ അറിയില്ല, ബട്ട് ഡീസെന്റ് ഇനഫ് സ്പേസ്, ഒരു ഫാമിലിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇതാക്കാവുന്ന ഒരു ഇതാണ്. എനിക്കിപ്പോൾ ആറ്റോ 3യുടെ ലേറ്റസ്റ്റ് വേർഷൻ ഇറങ്ങിയല്ലോ, പുതിയ വേരിയന്റ് വന്നു. പൊതുവേ പുതിയ വേരിയന്റ് വരുമ്പോൾ പഴയ വേരിയന്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു ഗിൽറ്റി ഫീൽ തോന്നാറുണ്ടായോ? പുതിയ സെറ്റപ്പ് സംഭവങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവുമോ എന്നുള്ളത്. എന്ത് തോന്നി പുതിയ വണ്ടി? അല്ല, എനിക്ക് ആ സങ്കടം വന്നിട്ടില്ല. ലോഞ്ച് ചെയ്തിട്ടില്ല വണ്ടി, ഒരു മാസം കൂടി വന്നിട്ടില്ല. പ്രൈസ് കുറവായതിൻ്റെ ഒരു വേരിയന്റ് ഉണ്ടെന്ന്, രണ്ട് വേരിയന്റ് ഉണ്ട് ഇപ്പം അതിനകത്ത്. പക്ഷേ നമുക്കുള്ള ഫീച്ചേഴ്സ് കുറവാണ്. ഇപ്പം ഇൻബിൽ ഡാഷ് ക്യാം ഇല്ല അതിന്. പിന്നെ പറഞ്ഞ 50 കിലോവാട്ട്സിന്റെ ബാറ്ററി ഉള്ളൂ. ഇത് 61 ആണ് ഇതിന് വരുന്നത്. അപ്പൊ അതിനൊരു 300-350 റേഞ്ച് അതിന് കിട്ടുള്ളൂ. വണ്ടിയാണ്. ബ്ലാക്ക് കളർ ഉണ്ട്, പക്ഷേ ആ കാര്യത്തിൽ മാത്രമേ ചെറിയ സങ്കടമുണ്ട്. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് EV ഒരു എവല്യൂഷൻ സൃഷ്ടിക്കും, ഇനി വരുന്നത് ഒരു EV കാലഘട്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കൺസേൺ ആളുകളിലുണ്ട്. ഇപ്പം ഒരാൾ വന്നിട്ട് EV പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവരോട് പറയാനുണ്ടാവുക? ഫ്യൂവൽ വണ്ടിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്രോൾ അടിക്കാനോ ഡീസൽ അടിക്കാനോ 5 മിനിറ്റ് പോലും വേണ്ട. നമുക്ക് അത്യാവശ്യമുള്ള പെട്രോൾ പമ്പുകൾ അവൈലബിൾ ആണ്. ഇതിന് കുറച്ചൊന്ന് പ്ലാനിങ് വേണം. എസ്പെഷ്യലി ഫാമിലി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം. അതായത് ഇപ്പോൾ ഇത്ര റേഞ്ച് ഉണ്ട്, നമുക്കൊക്കെ നമ്മൾ ലഞ്ചിന് പോകുമ്പോൾ അവിടെ ചാർജ് ചെയ്യാൻ കുത്താം. ചിലപ്പോൾ ലഞ്ചിന് പോകുമ്പോൾ ചാർജ് ചെയ്യാൻ കുത്തുമ്പോൾ അവിടെ ചിലപ്പോൾ വേറെ വണ്ടികൾ ഉണ്ടാകാം, അപ്പോൾ കുറച്ച് നമുക്ക് ഡിലേ വരാം. അങ്ങനത്തെ കുറച്ച് സാധനമുണ്ട്. പക്ഷെ അത് വരും വർഷങ്ങൾ എന്തായാലും മാറും. അത് ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കില്ല, മാറും. ഇപ്പോൾ ഒരു ഐഡിയൽ സ്റ്റേജ് ആണെന്ന് വെച്ചാൽ ടെക്നിക്കലി ഇപ്പോൾ ചിലപ്പോൾ ഒരു ഹൈബ്രിഡ് വണ്ടി ആയിരിക്കാം ഇപ്പോൾ കുറച്ചൊരു ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഐഡിയൽ സ്റ്റേജ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ ഒരു പ്ലാൻ ചെയ്ത് പോകുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ എല്ലായിടത്തും തിരക്ക് പിടിച്ച് പോകണം നിർബന്ധമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഈസിയായിട്ട് EV എടുക്കാം. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കംഫർട്ടബിളായിട്ട് കാമായിട്ട് നമുക്ക് പോകാം. പോകേണ്ട സ്ഥലത്ത് എത്തിയാൽ മതിയല്ലോ എന്നുള്ളൊരു ഇത് മാത്രം മതിയല്ലോ. നമ്മൾ ലൈറ്റിന്റെ കാര്യം ചോദിച്ചില്ലായിരുന്നു. അത്യാവശ്യം പവർഫുൾ ഉള്ള ലൈറ്റാണ് എന്ന് ഞാൻ നല്ല ലൈറ്റിംഗ് ആണ്. നല്ല ലൈറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് നൈറ്റ് പോകുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടും ഒന്നുമില്ല. അപ്പം ശ്രദ്ധിച്ചറിയും ഫോഗ് ലൈറ്റ് ആയിട്ട് അങ്ങനെ ഇല്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഒന്നും പ്രശ്നമില്ല. നല്ല ലൈറ്റൊക്കെ വെരി വെരി നല്ല ക്ലിയർ. വൈറ്റ് ലൈറ്റ് അല്ല വരുന്നത്, പ്രൊജക്ടർ ലൈറ്റ് ആണ്. ഈ ഫോഗി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഫോഗ് ഉണ്ടായിരുന്നു ആ സമയത്ത് വിസിബിലിറ്റി ഒരു പ്രശ്നമില്ല. വിസിബിലിറ്റിക്ക് ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു ഫീച്ചർ ഉണ്ട്. ആക്ച്വലി വണ്ടിക്ക് അകത്തൊരു ചെറിയൊരു ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്. അത് നൈറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചെറിയ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്താവുന്ന എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില ഒഴിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെന്റിലേറ്റർ സീറ്റ്, ഓട്ടോ വൈപ്പറും ഒക്കെ. ആപ്പിൾ കാർപ്ലേ പോലുള്ള സംഭവങ്ങൾ വയർഡല്ല, ആപ്പിൾ കാർപ്ലേ വയർഡാണ്. ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആണ്. അതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ വണ്ടിയിൽ നിൽക്കുക ഇനി എന്തെങ്കിലും ഒരു ഡ്രീം വെഹിക്കിൾ ഉണ്ടോ? മറ്റേതെങ്കിലും വണ്ടി? ഇപ്പോൾ നിലവിൽ ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ അല്ലേ? അല്ല, ഫോൾക്സ്വാഗൻ്റെ വെൻഡോ ഉണ്ടല്ലേ? വേറെ ഏതെങ്കിലും വണ്ടി മനസ്സിലുണ്ടോ? ഡ്രീം ബൈക്കിലൊക്കെ ഉണ്ട്, EQS ഒക്കെ ഉണ്ട് മനസ്സിൽ. എടുക്കാറാവുമ്പോൾ എടുക്കാൻ പറ്റട്ടെ. നമ്മൾ ബൂട്ട് സ്പേസ് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. ബൂട്ട് സ്പേസ് ജസ്റ്റ് നമുക്ക് എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കും. ഇവിടെയാണല്ലോ അതിൻ്റെ ചാർജിങ്. ഇവിടെയാണ് അതിൻ്റെ ചാർജിങ് സ്ലോട്ട് വരുന്നത്. പ്രസ് ചെയ്ത് ഇത് നമുക്ക് AC-യുടെ ചാർജിങ് മാത്രമേ വരും. DC ചാർജിങ് വരുമ്പോൾ രണ്ടും കൂടെ വരുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് അടയ്ക്കാമല്ലോ. ബൂട്ട് സ്പേസ് വൺ ടച്ച് ഓപ്പൺ ആണല്ലോ, സ്വിച്ച് റിമോട്ടിൽ ഓപ്പൺ ചെയ്യാം. ഇലക്ട്രോണിക് ആണ്, കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക് ആണ്. ഡീസന്റ് ബൂട്ട് സ്പേസ് തന്നെയാണ്. 440 ലിറ്റേഴ്സ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു. ഓക്കെ, എക്സ്ട്രാ സ്റ്റോറേജുകൾ വരുന്നുണ്ട് ഇവിടെ ഇവിടെയും. പിന്നെ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ സീറ്റ് 60-40 ആയിട്ട് ഫോൾഡ് ചെയ്ത് അല്ലേ ബൂട്ട് സ്പേസ് കൂട്ടാവുന്നതാണ്. അതെ, നൈസ്. അങ്ങനെ എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഇത് ഇപ്പോൾ ബട്ടണുണ്ട്. ഞാൻ റിമോട്ടിൽ ഞെക്കിയോണ്ടാണ് ഞാൻ തൊട്ടപ്പോൾ തന്നെ. അല്ല. ഓക്കെ, 10 എത്ര മാർക്ക് കൊടുക്കും BYD Atto 3ക്ക്? 8 കൊടുക്കാം. ബാക്കി 2 പോകുന്ന കൊച്ചു ഫുൾ മാർക്ക് കൊടുക്കണ്ടേ? അല്ല, ഡ്രൈവിംഗ് കംഫർട്ട് വെച്ച് നോക്കുമ്പോൾ നല്ല ഇതല്ല. ബാക്കിയെല്ലാം നമുക്കൊന്ന് മറക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പകലൊക്കെ പോകുമ്പോൾ ഇപ്പം നമുക്ക് ഇപ്പം സമയം 10:30 ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ചൂടുണ്ട്. നമ്മൾ ഓഫീസിലും കാര്യങ്ങളും മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ നമ്മൾ വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടായിട്ട് പോകും. കാരണം ആ കോസ്റ്റ് ഉണ്ടല്ലോ, 16-80 ഓൺ റോഡ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇച്ചിരി കോസ്റ്റ്ലി തന്നെയാണ്. ഇതിനൊരു
4-5 ലക്ഷം രൂപ കൂടുതലാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ ആ കോസ്റ്റിൽ വന്നപ്പോൾ അങ്ങനത്തെ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഒഴിവാക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ശരിക്കും ഇന്ധനം ഒഴിച്ചു ഓടുന്ന മറ്റൊരു വണ്ടി കയ്യിലുണ്ടല്ലോ, എക്സ്പെൻസ് എങ്ങനെയുണ്ട്? ഞാൻ പെട്രോളല്ല ഡീസൽ വണ്ടിയാണ്, എനിക്ക് വെൻഡോ ആണ്. അത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു മന്ത്ലി ഇപ്പം എറണാകുളത്ത് മാത്രം ഉള്ള ഓട്ടമാണ്, ലോങ് പോത്ത് കുറവ് ഒക്കെ ആയിട്ട് എറണാകുളത്ത് മാത്രമാണെങ്കിൽ മാസം ഒരു 5000 രൂപയുടെ ഡീസലാണ് അന്ന് അടിച്ചുകൊണ്ടിരുന്നത്. ഇത് ഞാൻ 1500 രൂപയ്ക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ടൗൺ ഓടും, പുറത്ത് പോകണമെങ്കിൽ ഇപ്പോൾ ആ മാസം ഒരു 1500 രൂപയുടെ അല്ലെങ്കിൽ 2000 രൂപയുടെ മേലുള്ള വരുന്നില്ല. ഇപ്പം വീട്ടിലല്ല ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, എങ്കിലും കറണ്ട് ചാർജ് എങ്ങനെ? ഞാൻ സ്ഥിരം ഒബ്രോണിലാണ് സാറിന് ചാർജ് ചെയ്യാറ്. ഗോയ്സിയിലാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്ത് ചാർജ് ചെയ്തത്. ഗോയ്സിക്ക് 3 റേഞ്ച് കിട്ടും, 12 റുപ്പീസ് പ്ലസ് GST, 18 റുപ്പീസ് പ്ലസ് GST, 25 റുപ്പീസ് പ്ലസ് GST, ഇങ്ങനെയാണ് 3 റേഞ്ച്. അത് എനിക്കൊന്ന് അവരുടെ ആ ഓണേഴ്സിന് ഡിസൈഡ് ചെയ്ത് ഏത് പ്രൈസ് വേണം എന്നുള്ളത് അങ്ങനെയാണ് ഇതാക്കുന്നത്. പിന്നെ ചിലർ അതിൻ്റെ ഒപ്പം നമുക്ക് തരുന്ന ഫീച്ചേഴ്സ്, ചിലപ്പം ഇരിക്കാൻ സ്ഥലം ഉണ്ടാവും, AC ഉണ്ടാവും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതാക്കുന്നത്. പക്ഷേ ഒബ്രോണിലാണ് കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ കാർ പാർക്കിംഗ് ഫീ മേടിക്കില്ല, നമുക്ക് AC കയറി ഇരിക്കാം, വഴക്ക് കയറി ജ്യൂസ് കുടിക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു ഇതുള്ളതുണ്ട്. വീട്ടിലെ കറണ്ടിൻ്റെ എക്സ്പെൻസ് മറ്റേ അത് കറക്റ്റ് പറയാൻ ഞാൻ ആളല്ലെങ്കിലും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ EV വണ്ടിയുണ്ട്, അവർക്ക് ഏതാണ്ട് ഒരു 2000-3000 ഡിഫറൻസേ വരുന്നുള്ളൂ. ഞാനിപ്പം സോളാറും കൂടെ കഴിഞ്ഞിട്ട് കറക്റ്റ് ഇതാക്കാം. സോളാർ ഞാൻ പിന്നെ അത് എത്രയാണ് നമുക്ക് ഇതാക്കാനും പറ്റില്ല. എന്നാലും ഒരു 2000 രൂപ 3000 രൂപയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. മന്ത്ലി ഒരു 2000-3000 രൂപ എക്സ്ട്രാ വരുന്നു, അത്രേ ഉള്ളൂ കാറ് കാരണം. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വണ്ടിയിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നിരത്തുകളിൽ BYDയുടെ വണ്ടി പൊതുവെ കാണൽ കുറവാണെന്ന്. ആളുകൾക്കൊരു ചൈനീസ് വണ്ടി എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലാക്കി. ചൈനീസ് വണ്ടി എന്നൊരു സാധനമുണ്ട്. നേരത്തെ അരുൺ ഇൻട്രോയിൽ പറഞ്ഞ പോലെ BYD വന്നിട്ട് 10-14 വർഷമായി. നമ്മുടെ ഇൻഫോ പാർക്കിൽ ഓടുന്ന ഫീഡർ ബസ്സൊക്കെ BYDയുടെ ആണ്, ബാറ്ററി മാനുഫാക്ചേഴ്സ് ആണ്. തീർച്ചയായിട്ടും അങ്ങനെ കുഴപ്പമില്ല. BYD ഇപ്പം നല്ല രീതിയിൽ വേൾഡ് മൊത്തം, ഇപ്പം ദുബായിൽ പോലും BYDയുടെ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ആ ഒരു പേടിയുടെ ആവശ്യമില്ല, അങ്ങനെ ഒരു എഴുത്തള്ളേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടും പവർ കൊണ്ടും ബിൽഡ് ക്വാളിറ്റി കൊണ്ടും ഫീച്ചർ കൊണ്ടും എല്ലാം കൊണ്ടും അതെ ഒരു ലക്ഷറി കാറ്റഗറി പെടുത്താൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് BYD. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിലും ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വന്ന് ഷെയർ ചെയ്യാം കേട്ടോ. BYD തന്നെ ആവണമെന്നില്ല, മറ്റേത് വണ്ടി ആയിക്കോട്ടെ. നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പോസിറ്റീവോ നെഗറ്റീവോ എന്തും ആയിക്കോട്ടെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വന്ന് വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത്. തിരക്കുള്ള ആളാണ്, എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല എന്നോട്, എനിക്കറിയാം. പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു, ബിസിനസ്സാണ്, ബ്രാൻഡിങ് ഏജൻസി ഉണ്ട്. അപ്പോൾ ഈ തിരക്കിനിടയിൽ നമുക്ക് വേണ്ടി ടൈം ആയിട്ട് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം, ഞാൻ ആളോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്ത് തരാം അല്ലേ വണ്ടി. ഉറപ്പായിട്ടും. അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ഒരു ബൈ കൊടുത്തു. ബൈ.